ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റിയവർക്ക് പറ്റിയ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. പ്രോട്ടീനും ആൻറ്റി ഓക്സിഡൻസും ഫൈബേഴ്സും മിനറൽസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇപ്പോൾ ബ്രോക്കോളി വെച്ചാണ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ബ്രോക്കോളിയുടെ സീസണാണ്. ഇപ്പോൾ വില അധികമില്ല, 20 റുപ്പീസിനൊക്കെ ഒരുവിധം നല്ല വലിപ്പമുള്ള ബ്രോക്കോളി കിട്ടുന്നുണ്ട്. അപ്പോൾ ബ്രോക്കോളിയൊക്കെ വൃത്തിയാക്കി ചൂടുവെള്ളത്തിലിട്ടൊന്ന് ബ്ലാൻഡ് ചെയ്തെടുത്തതാണിത്. ഇനി ഇതിന് ശേഷം ഈ ബ്രോക്കോളിയൊക്കെ നമുക്കൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം. ബ്രോക്കോളിയിൽ എല്ലാവർക്കും അറിയാം, ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിനും മിനറൽസും ഒക്കെ ഉള്ളതാണ്. ബ്രോക്കോളിയൊക്കെ സബ്ജി ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ അവരെന്തായാലും കഴിച്ചിരിക്കും. അപ്പോൾ എല്ലാം ബ്രോക്കോളി നമ്മൾ അരിഞ്ഞെടുത്തു. ഇനി നമ്മൾക്ക് വേണ്ടത് മുട്ടയാണ്. മുട്ട നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം. ഞാൻ 3 മുട്ടയാണ് ഇത്രയും ബ്രോക്കോളിയിലേക്ക് എടുത്തിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ്, അധികം ഇൻഗ്രീഡിയൻസും ഇല്ല. ഇപ്പോൾ 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഇനി നമുക്കിതിൻ്റെ യെല്ലോ ഒന്ന് മാറ്റി വയ്ക്കണം. ഒരു യെല്ലോ ആകെ ഉടഞ്ഞു പോയി. അപ്പോൾ അതായാലും മിക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ എഗ് യോക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള എഗ് വൈറ്റും നമുക്ക് നേരത്തെ ചോപ്പ് ചെയ്ത ബ്രോക്കോളിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പാണ്. അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറാണ്. ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി കുറച്ച് പെപ്പർ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഒറിഗാനും കൂടെ ഫ്ലേവറിന് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാൻ. ഇന്ന് ഞാൻ ചീസ് ചേർക്കണില്ല. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് ബട്ടർ ആഡ് ചെയ്താൽ മതി. ഓയിലിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ ഹെൽത്തിയാണ് ബട്ടർ. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്ത ബട്ടർ തന്നെയാണ്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ബ്രോക്കോളി എഗ്ഗ് കൂട്ട് ഫ്രൈ പാനിലേക്ക് ഒരു റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുക. എന്നിട്ട് നടുക്കിൽ നമ്മൾക്കൊരു ചെറിയ ഹോള് പോലെ ആക്കി വയ്ക്കണം. ഇതെല്ലാം കുക്കായതാണ്. ജസ്റ്റ് മുട്ട ഒന്ന് കുക്കാവാനേ ഉള്ളൂ. അത് കാരണം ഇത് വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് പോലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇനി ചെറിയ ഹോളാക്കി എടുത്തതിലേക്ക് നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച എഗ് വൈറ്റ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് വലുതാക്കി ഉണ്ടാക്കി ഒരു എഗ് വൈറ്റ് മുഴുവനായി ഇട്ടിട്ട് ആക്കിയാലും നല്ലതാണ്. ഞാൻ ഓരോ എഗ് വൈറ്റ് മുഴുവനായി വയ്ക്കണില്ല, കൂടുതൽ എഗ്ഗ് വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ജസ്റ്റ് ആ സൈഡും കൂടെ ഒന്ന് കുക്കായ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. അപ്പോൾ ഈ സീസണിൽ ബ്രോക്കോളി ധാരാളം അവൈലബിൾ ആയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂട് ചായയുടെ കൂടെ. പിന്നെ ഞാൻ കുറച്ച് മയണൈസ് ഉണ്ടാക്കി, പിന്നെ ഷെജ്വാൻ ചട്നി.
മയണൈസാണ് എനിക്ക് ഒന്നും കൂടെ സ്യൂട്ടായി തോന്നിയത് ഇതിനകത്തേക്ക്. നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇത് കൂട്ടി കഴിക്കാൻ. വെറുതെ ചായയുടെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ താങ്ക് യു. ഫീഡ്ബാക്ക് അറിയിക്കണേ.